എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സൈറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്ന ഈ ഒക്ടോബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Five of Pentacles, Seven of Pentacles, Emperor, Strength card, Seven of Swords energy, Lovers energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതായത് വരവിനനുസരിച്ചിട്ടല്ല ചെലവ് ചെയ്യുന്നത് എന്നുള്ളത് ചുരുക്കം. അപ്പോൾ ഇതായത് നിങ്ങൾക്ക് പെട്ടെന്ന് കയ്യിൽ പണം നിൽക്കാതെ വരുന്നത് അല്ലെങ്കിൽ ചിലവുകൾ ഉണ്ടാവുന്നത് കൊണ്ടല്ല, പക്ഷേ ധൂർത്ത് ഇത്തിരി കൂടുതലൊക്കെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കൺട്രോൾ ചെയ്തില്ല എങ്കിൽ കടം വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു മാസം. വലിയ രീതിയിലുള്ള ഇതല്ലെങ്കിൽ കൂടിയും ഒത്തിരി പൈസ ചിലവാകുന്നുണ്ട്. ഒരു ആർഭാട ജീവിതം നയിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടതൊന്നും ആയിരിക്കില്ല, നെസസറി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല, മറിച്ച് ഒത്തിരി കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടാവും. ആഡംബര വസ്തുക്കൾ അല്ലെങ്കിൽ ഭംഗിയുള്ള വസ്തുക്കൾ, വീട് അലങ്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കാം. അതുപോലെ ഒത്തിരി ഭക്ഷണം പുറത്തുപോയി കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തായിട്ടായിരിക്കാം. പൊതുവിൽ കുക്കിംഗ് കുറവായിരിക്കും, ഭക്ഷണം പുറത്തായിരിക്കും കൂടുതൽ കഴിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി പണം ചിലവാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ധനനഷ്ടം അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം നഷ്ടപ്പെടുന്നതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നതാണ്, പക്ഷേ അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലാതെ ദൂർത്ത് എന്നുള്ള രീതിയിലല്ല. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ സ്ഥിതിക്ക് പറ്റുന്നതല്ല എങ്കിൽ വേണ്ടെന്ന് വയ്ക്കാനും പഠിക്കുക. കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു മാസം. പൊതുവേ ചെയ്യാവുന്ന ഒരു എളുപ്പകാര്യം എന്ന് വെച്ചാൽ അധികം ഷോപ്പിങ്ങിനോ അതുപോലുള്ള കാര്യങ്ങൾ പോകാതിരിക്കുക. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഒഴിവാക്കി മാറി നിൽക്കുക. വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഇൻവോൾവ് ആവുകയും മറ്റും ചെയ്യുന്നതായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എളുപ്പം. അതല്ല എങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കടം കൊടുക്കാൻ പറ്റിയ സമയമല്ല. അപ്പോൾ അതും ഒരു തരത്തിൽ പറയാം. ആരെങ്കിലും കടം ചോദിക്കുകയാണ് എങ്കിൽ കടം കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. ഇപ്പോൾ കയ്യിലില്ല എന്നുള്ള രീതിയിൽ അത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും എന്നുള്ളത്. അതുപോലെ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ ഓക്കെ. നിങ്ങളല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒത്തിരി കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അപ്പോഴും വലിയൊരു തുകയാണ് എങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ പൊതുവെ ഈ ഒരു മാസം കുടുംബാംഗങ്ങളോടൊപ്പം ഒക്കെ സമയം ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരാണെങ്കിൽ മക്കളുടെ കൂടെ സമയം ചിലവഴിക്കുന്നതിൻ്റെ തൃപ്തിയും സന്തോഷവും ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നത് സാധ്യമാകുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫിൽ ലൈഫ് പേർപ്പസ് അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗം എന്തൊക്കെയാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ അല്ലെങ്കിൽ അത് മനസ്സിൽ ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ താല്പര്യമൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ ഇനി ജീവിതത്തിൽ ആത്മീയതയിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന സാഹചര്യം, അതുപോലെ മക്കളുടെ കാര്യത്തിൽ ആവശ്യത്തിൽ കവിഞ്ഞൊരു ശ്രദ്ധ അല്ലെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞൊരു കെയർ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേടിയും ഭയമായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുക. ഒരു വീക്ക്നെസ്സാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. സ്ട്രെങ്ത് കാർഡിൻ്റെ ഓപ്പോസിറ്റ് എനർജിയാണ്. കാരണം നിങ്ങൾ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ എപ്പോഴും ആവശ്യത്തിൽ കവിഞ്ഞുള്ള ചോദ്യം ചെയ്യലുകൾ എവിടെയാണത് പൊതുവേ ഒരു ഉൾഭയം കൂടുതലാണ് എന്നുള്ളതാണ്. ധൈര്യത്തിന് പകരം നിങ്ങളുടെ ഉള്ളിൽ ഉൾഭയമാണ്. അപ്പോൾ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുക്കാതെ ആത്മീയതയിൽ നിൽക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ കുടുംബത്തിലെ കാര്യങ്ങളും ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ നിന്നിട്ട് ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലാതെ ഒരു സന്യാസത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി.
കാരണം ആ വഴിക്കും പോവാൻ, കാരണം പല രീതികളിലേക്ക് മനസ്സ് ചായുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, ഒരു മധ്യവയസ്കൊക്കെ കഴിയുന്നവരെ സംബന്ധിച്ച് ഈ എനർജി ഉണ്ട്. എന്തായാലും നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ്. ഇപ്പം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ധനം സമ്പാദിക്കാനുള്ള അവസരം വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ക്യാമ്പസ് സെലക്ഷനൊക്കെ ആയിട്ട് ജോലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമ്പസ് സെലക്ഷൻ ജോലിയിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡിഗ്രി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെയോ അല്ലെങ്കിൽ ആ ഡിഗ്രി നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, മാസ്റ്റേഴ്സിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ജോലി കിട്ടിയതുകൊണ്ട് പിന്നെ അതിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആകാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് നല്ല മനസ്സിന് ഉറപ്പുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അതായത് ഇപ്പോൾ ജോലി 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ ചെയ്ത് പിന്നെ മാസ്റ്റേഴ്സ് എടുത്തിട്ട് ജോലിയിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു തീരുമാനത്തോടു കൂടിയാണെങ്കിൽ, അതല്ല എങ്കിൽ ഇപ്പോൾ ജോലിയിലേക്ക് കയറാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ജോലിയിലേക്ക് കയറിയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 2-3 വർഷം. പക്ഷെ അത് പലരെയും സംബന്ധിച്ച് പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ജോലിയിൽ കയറി കഴിഞ്ഞു പിന്നെ മാസ്റ്റേഴ്സ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ കയ്യിൽ പണം കിട്ടിത്തുടങ്ങുമ്പോഴും അതിൽ ശീലമായി കഴിയുമ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വയ്ക്കാൻ ചില ആളുകൾക്ക് പറ്റില്ല. അത് പിന്നെ ഒരു മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ കാലങ്ങൾ ജോലി ചെയ്ത് അത് കഴിയുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ എപ്പോഴാണ് എന്നുള്ള ചിന്തയിലേക്ക് വന്ന് അത് ചെയ്യാതെ പോകാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ ട്രൈ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ബിസിനസ്സിലേക്ക് പോകാനോ അല്ലെങ്കിൽ സൈഡായിട്ട് എന്തെങ്കിലും സൈലൻറ്റ് പാർട്ട്ണറായിട്ട് നിൽക്കുന്ന രീതിയിലും അങ്ങനെയൊക്കെ ഉള്ളൊരു ബിസിനസ് ഇതിലേക്ക് ഇറങ്ങാനുള്ള ചാൻസും ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക, പാർട്ട്ണർഷിപ്പിലേക്ക് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്നതാണെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ആരുമായിട്ടാണ് പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നത്. ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഫ്യൂച്ചർ പ്രത്യേകിച്ച് പ്രോഫിറ്റ് കാര്യങ്ങൾ മാത്രം നോക്കാതെ ലോസ് വരുന്ന സിറ്റുവേഷനിലും അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ആ ഇതിൻ്റെ പേരിൽ ധൃതി പിടിച്ച ഒന്നിലേക്കും പോകാതിരിക്കുക എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 7 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു 7 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് തന്നെ ഒരു നുണ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ഒരു ചീറ്റിംഗ് കാര്യങ്ങൾ പുറത്തുനിന്നായിരിക്കണമെന്നില്ല. കാരണം ചില ആളുകളെ സംബന്ധിച്ച് ഇത് ബാഹ്യമായിട്ട് മറ്റുള്ളവരെ ചതിക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളോട് തന്നെ നുണ പറയുക. അതായത് പല സാഹചര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവും, നമ്മൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ടാവും, പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടു നിൽക്കുന്നു. മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് നമ്മൾ അവർക്ക് കൂട്ടു നിൽക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അതിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണോ അതിലേക്ക് ഇറങ്ങുക, അല്ലാതെ അത് മറച്ചു വെച്ചിട്ട് സ്വയം നുണ പറയാതിരിക്കുക എന്നുള്ളത് ചുരുക്കം. ഓക്കെ, കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ആണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ സ്വന്തം ജീവിതം ഒഴിഞ്ഞു വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. എംപറർ എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിലൊരു ആഗ്രഹം ഉണ്ടാവും, പ്രത്യേകിച്ച് ഇത് ഔദ്യോഗിക ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി സാമ്പത്തിക നേട്ടവും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കാതിരിക്കുക. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആംബിഷൻ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി കണക്ഷൻസ് ആണ് ഇവിടെ. അതേപോലെ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ, ഹയർ പൊസിഷനിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. പൊളിറ്റിക്സും അതുപോലെയുള്ള രംഗത്തിരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് പൊളിറ്റിക്സിലേക്ക്, നേതൃസ്ഥാനത്തേക്കൊക്കെ എത്താനുള്ള ചാൻസസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പേഴ്സണൽ ലൈഫിലാണ് എങ്കിൽ കൂടിയും പേഴ്സണൽ ലൈഫിലും വളരെ നല്ലൊരു സാധ്യതകളുള്ള സമയമാണ്. വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ നല്ല നല്ല മുഹൂർത്തങ്ങൾ കുടുംബത്തോടൊപ്പം ഫാമിലിയായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള അവസരവും മറ്റും ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിവാഹം കഴിക്കാത്തവർക്ക്, പ്രണയത്തിലായിട്ടുള്ളവർക്കൊക്കെ പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യം, പ്രണയ വിവാഹത്തിനുള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ചില ആളുകൾ ഈ ഒരു മാസം, ഒക്ടോബർ മാസം വിവാഹം സാധ്യമാകുന്നുണ്ട്. വളരെ പെട്ടെന്നായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിശ്ചയമോ മനസ്സമ്മതമോ ഒന്നുമില്ലാതെ പെട്ടെന്ന് വിവാഹത്തിലേക്ക് പോകുന്ന ഒരു എനർജിയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വളരെയധികം നല്ലൊരു പോസിറ്റിവിറ്റി, ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളിഷ്ടമുള്ള രീതിയിലേക്ക്, നിങ്ങൾ ആഗ്രഹിച്ച തലത്തിലേക്ക് ഉള്ളൊരു മുന്നേറ്റം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് പേഴ്സണൽ ലൈഫിലും കൂടെ.
നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് ചുരുക്കം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്